ഹലോ എവരിവൺ, അച്ഛന്മാരെ, അമ്മമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിമാരെ, അന്തിമാരെ എല്ലാവർക്കും അസ്ലം ലാഫിന്റെ വീഡിയോയിലേക്ക് വമ്പിച്ച സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ക്വസ്റ്റ്യനാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സാർ, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്, കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ സയൻസ് ആണ്, എനിക്ക് CA എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സാർ, ഞാൻ CA എടുക്കുമ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് സിമ്പിളാണ്. ഞാൻ പലതവണ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു സ്ട്രീം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ ഒരു നല്ല കോച്ചിങ് ക്ലാസ് ചെന്ന് അറ്റൻഡ് ചെയ്യുക. അവിടുത്തെ കോച്ചിങ് ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ലപോലെ ഫോക്കസ്ഡ് ആയിട്ട് നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. CA ഫൗണ്ടേഷനിലേക്ക് ചെറിയ എഫേർട്ട് ഇടാൻ ബട്ട് അത്ര വലിയ സംഭവം ഒന്നല്ല ഇന്റർ ഫൈനലൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ പലരും പറയുന്ന ഒരു സംഭവമാണ്, സാർ മാത്സ് എനിക്ക് അധികം ഇഷ്ടമല്ല എന്ന്. ഈ മാത്സ് എന്ന് പറഞ്ഞാൽ CA ഫൗണ്ടേഷനിൽ മാത്രമാണ് മാത്സ് വരുന്നുള്ളൂ. അതും ഇന്ററിലും ഫൈനലൊന്നും ഈ മാത്സ് പറഞ്ഞ സബ്ജക്റ്റേ ഇല്ല. ലൈക്ക് അക്കൗണ്ട്സ് ആണ് വരുന്നത്, അതിൽ ബേസിക് മാത്സ് ആണ് വരുന്നത്. അല്ലാതെ ഇന്റഗ്രേഷൻ, സൈൻ തീറ്റ, കോസ് തീറ്റ അതൊന്നും ഫൈനലിലും ഇന്ററിലും ഒന്നും ഇല്ല. അപ്പൊ ഈ ഫൗണ്ടേഷനിൽ മാത്രമാണ് മാത്സിന്റെ ഒരു റെലവന്റ് വരുന്നുള്ളൂ, മെയിൻ ഒരു കോർ ഏരിയ എന്നുള്ള രീതിയിൽ. അതും മാത്സിന്റെ അങ്ങേയറ്റത്തുള്ളതൊന്നല്ല. ലൈക്ക് എന്റെ ഓർമ്മയിൽ ലൈക്ക് ഇന്റഗ്രേഷൻ അങ്ങനെ ചെറിയ രീതിയിലാണ് വരുന്നുള്ളൂ. ഫൗണ്ടേഷൻ മാത്രം നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുള്ള മെയിൻ ആയിട്ട്. അപ്പോൾ അതിന് ഒബ്വിയസ്ലി പഠിക്കാനേ വേണ്ടി ഒരു ഫൗണ്ടേഷൻ ലെവലിൽ. പക്ഷെ CA ഫുള്ള് മാത്സ് ഉണ്ടോ എന്നുള്ളൊരു കുറെ ചോദ്യങ്ങൾ ഇട്ടാണ്ട് ഒരിക്കലും അങ്ങനെ ഫുള്ള് മാത്സ് ആയിട്ടൊന്നുമില്ല. ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമാണ് കൂടുതൽ മാത്സ് ഉള്ളത്. പിന്നെ ഞാൻ കണ്ടുപോയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ടായേക്കാം. ചിലപ്പോൾ സയൻസ് പിള്ളേരാണ് കൂടുതൽ കൊമേഴ്സിനെ കാട്ടി പാസ്സാണ്. സയൻസ് എന്നല്ല, കൊമേഴ്സ് അല്ലാത്ത പിള്ളേർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കൂടുതൽ പാസ്സാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പേടിയുണ്ട്. ഈ കൊമേഴ്സ് അല്ലാത്ത സ്ട്രീമിൽ നിന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്. അയ്യോ, ഇതെനിക്ക് ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചാലാണ്, അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചാലാണ് എനിക്കിത് പാസ്സാൻ പറ്റില്ല, കാരണം ഞാൻ എന്താണ് കൊമേഴ്സ് സ്ട്രീം അല്ല എന്നൊരു ഉള്ളിലൊരു പേടി അവർക്ക് ചെറുതായിട്ടുണ്ടാവും. എന്നാൽ ഈ കൊമേഴ്സുകാർക്കാണെങ്കിലോ ഇതൊക്കെ വലിയ അക്കൗണ്ട്സ് ഒക്കെ ഞാൻ എൻ്റെ +1 +2 പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അങ്ങനെ പഠിക്കേണ്ട ആവശ്യം. ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സയൻസ് സ്ട്രീം ആണെന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ട് പേടിക്കും വേണ്ട, കൊമേഴ്സ് സ്ട്രീം ആണെന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഓവർ കോൺഫിഡന്റ് ആവും വേണ്ട. നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ക്ലാസ് കേൾക്കാൻ നോക്കുക, നോട്ടൊക്കെ അപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് സാറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. എന്നിട്ട് എക്സാമിന് മുന്നേ റിവിഷൻ ചെയ്യുക. എക്സാം റിവിഷൻ ചെയ്യുന്നതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ലൈക്ക് ഇത്ര ഞാൻ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ തന്നെ നമുക്കറിയാം നമ്മൾ ഏത് ലെവലിലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 50 മേലൊക്കെ മാർക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ ഭയങ്കര മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പ്രിപ്പറേഷൻ പോരാന്ന, എക്സാം ലെവലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആയിട്ടില്ല എന്നാ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യണം. അത്രേ ഉള്ളൂ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യണമെന്ന്. ലൈക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടില്ല. ആകെ ഇന്ററിനാണ് തൃശ്ശൂർ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് അറിയില്ല പ്രാക്ടിക്കലി എങ്ങനെയാണ് ഉള്ളിലത്തെ സംഭവങ്ങൾ, എനിക്ക് അറിയില്ല. കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തിരി കോസ്റ്റ്ലിയാവും, ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ലോ ഫീ ആയിരിക്കും. അപ്പൊ കോസ്റ്റിലുള്ളടത്ത് നല്ല ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ആയിരിക്കും. ലൈക്ക് വരണ ആൾക്കാരും സൂപ്പർ ആയിരിക്കും. എന്നാൽ AC ഹൈ ലെവൽ ഓഫ് ഇന്റീരിയേഴ്സ് ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി ഫീസ് ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് ചിലപ്പോൾ എപ്പോഴും പ്രോഗ്രാമൊക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടായിരിക്കും. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലപ്പോൾ ലോ ഫീ ആയിരിക്കും. ലൈക്ക് നിങ്ങൾ കുറച്ചു കാലം മാർക്കറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ നോക്കുക ഫസ്റ്റത്തെ ഒരു സംഭവം. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഗൂഗിളിലും ഒക്കെ ഇഷ്ടമാതിരി അവൈലബിൾ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ CPT ആയിരുന്നു, അന്നൊന്നും വന്നിട്ട് തന്നെ ഇല്ല, ജിയോ ഒന്നും വന്നിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്ര അധികം സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ ഉണ്ടല്ലോ. കുറച്ചു കാലം മാർക്കറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയല്ലേ നോക്കാം. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയണത് നോക്കാതെ അവിടെ പഠിച്ച പിള്ളേരടുത്ത് ചോദിക്കുക. അവിടെ പഠിച്ച പിള്ളേരോട് ചോദിക്കുക, ലൈക്ക് ഇത് എങ്ങനെയാണ്, ലൈക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയുന്നുണ്ട് ഇത്ര പേരൊക്കെ പാസ്സായിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അന്ന് തൊട്ടിട്ടുള്ള പിള്ളേരായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ റാങ്ക് ഉള്ള പിള്ളേരായിരിക്കും ഇത്രയും റാങ്ക് ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ പഠിച്ച പിള്ളേരോട് തന്നെ ചോദിക്കുക, ഇന്ററാക്ട് ചെയ്യുക. ഏതെങ്കിലും അത് ഒരാളോടല്ലാതെ ലൈക്ക് കുറെ എത്ര പേരോട് ചോദിക്കാൻ പറ്റും അത്ര പേരോട് അന്വേഷിക്കുക അവിടെ പഠിച്ചിട്ടുള്ള പിള്ളേരോട്. പിന്നെ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫിനാൻഷ്യൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ പോയി വരുന്ന
പോയി വരുന്ന റേഞ്ചിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, ലൈക്ക് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതൊന്നും എനിക്ക് പറഞ്ഞതിൽ ലോജിക്കില്ലല്ലോ. എൻ്റെ അറിവിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര മോശം എന്നാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര സൂപ്പർ എന്ന് പറയാനുള്ളത് എൻ്റെ ലെവലിൽ ഇപ്പം ഇല്ല, ലൈക്ക് എൻ്റെ അറിവിലില്ല. അപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരുവിധം ലൈക്ക് ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രൈറ്റീരിയ എടുത്ത് പോയി വരാൻ താല്പര്യം അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാം, അല്ലെങ്കിൽ പോയി നിന്ന് പഠിക്കാന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ അങ്ങനെ വെച്ചാൽ അങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഒരുവിധപ്പെട്ടതൊക്കെ ലൈക്ക് നല്ല ഫാക്കൽറ്റീസ് അല്ലേ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CA എല്ലാ പേപ്പറും എടുക്കണം നിർബന്ധമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുന്ന CA സൂപ്പർ ക്ലാസ്, എന്നാൽ CA സൂപ്പർ ക്ലാസ് അല്ല, ആ ഒരു മീനിങ് ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ CA പാസ്സായാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്തോരം അപ്പുറത്തെ ആൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുള്ള അതിനനുസരിച്ചാണ് നമ്മുടെ ടീച്ചിങ് സ്കില്ല് കൂടുതലായിട്ട് വരിക. അപ്പോൾ ഈ ടീച്ചർമാരും നല്ലതാണോ അല്ലെങ്കിൽ ഫാക്കൽറ്റിമാരും അവിടെ നല്ലതാണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാതിരി പിള്ളേരോടൊക്കെ തന്നെ ചോദിച്ചു. ഇപ്പോൾ ഒരു പിള്ളേർ ഒരു കാര്യം അറിഞ്ഞാൽ മതി, എല്ലാ പിള്ളേർക്കും എത്തും. നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകൂടി സ്പീഡിലെത്തും, പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചോദിച്ചറിഞ്ഞെത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഒരു ലൈക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല ഫാക്കൽറ്റി പൂളല്ലേ നോക്കുക. ഇത്തിരി കാലം മാർക്കറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയല്ലേ നോക്കുക. അല്ലാതെ ഇന്നലെ ഒന്നും പൊട്ടിമുളച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലല്ലോ ഒരു ശ്രീകുമാർ അങ്ങനത്തെ ഒരാളുടെയൊക്കെ എന്നാണ് എനിക്ക് പെറ്റിക്കല് പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫൗണ്ടേഷൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് വന്ന അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ പോലെ വന്ന ഒരാളുടെയൊക്കെ. അപ്പം അങ്ങനെ ഒരാൾ മാത്രം തുടങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നല്ല. അയാൾ ചിലപ്പോൾ ഭയങ്കര ഫീ കുറവിൽ പഠിപ്പിക്കാന്ന് പറയാം, അങ്ങനത്തെ ഉള്ളതെന്ന് ചെന്ന് ചേരല്ലേ പെട്ടുപോകും, പൈസ പോകും. അപ്പോൾ അങ്ങനെ അല്ലാതെ കുറച്ച് മാർക്കറ്റിലുള്ള നല്ല നോക്കാം. അതൊക്കെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളൂ. ഇതെന്റെ ഒരു ടിപ്പാണ്. ലൈക്ക് ഞാൻ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ അല്ലാത്ത ആൾക്കാർ ഇതൊരു നല്ല ബിസിനസ്സിന് പറ്റിയ ഓപ്പർച്യൂണിറ്റി എന്ന് കരുതിയിട്ട് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ പഠിക്കാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജ്മെന്റ് ഈ CA CMA ഏതെങ്കിലും ഒരു ഫീൽഡിൽ പാസ്സായിട്ടില്ലെങ്കിലും ആ ഒരു ഫീൽഡിലുള്ള ആളല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. കാരണം അവർക്കാണ് ഈ CA പിള്ളേർ അനുഭവിക്കുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ CA പിള്ളേർക്ക് ലൈക്ക് എത്ര മണിക്കൂർ പഠിച്ചാലാണ് കാര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര ഒരു ഫ്രീക്വന്റ്ലി ക്ലാസ് എടുക്കുമ്പോഴാണ് കാര്യം ഉണ്ടാവുക, അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. ഈ CA ഫീൽഡിൽ അല്ലാത്ത ആൾക്കാർ ചിലവരൊക്കെ ഈ CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് 100% ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാന്ന് പറയാൻ പറ്റില്ല. അതാ ആ മാനേജ്മെന്റിന്റെ മെന്റാലിറ്റിയും ലൈക്ക് മൈൻഡ് സെറ്റ് ഒക്കെ പോലെ ഇരിക്കും. ചിലരിപ്പോ CA ഫീൽഡ് അല്ലെങ്കിൽ പോലും CA ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ ലൈക്ക് അങ്ങനത്തെ CA റിലേറ്റഡ് ഫീൽഡ് അല്ലാത്ത മാനേജ്മെന്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യുക, ലൈക്ക് അപ്രോപ്രിയേറ്റ് ആണോ ഉള്ളത് എന്നുള്ളത്. അതിപ്പോൾ അവിടുത്തെ പിള്ളേരോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.